ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചെറുനാരങ്ങ അച്ചാറാണ്. അതിൻ്റെ തോടാണിത്. അത് അപ്പച്ചമ്പിനകത്ത് വെച്ച് നല്ലതുപോലെ പുഴുങ്ങി ആ വെള്ളം കളഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുവാണ്. ഇതിനകത്തിപ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് വിനാഗിരി ഒഴിച്ചു. എന്നിട്ടിത് അവിടെ വെച്ചിട്ട് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി ആ വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞു, ആ കയ്പ്പ് അങ്ങ് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വെച്ചിരിക്കുവാണ്. ഇനി നമുക്കിത് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകെല്ലാം ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ടു. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് മതി. ഇത് നല്ല മൂത്ത് വരുന്നുണ്ട്. മൊത്തം സമയം 5 മിനിറ്റ്. കടുക് പൊട്ടിച്ച് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കരിവേപ്പില ഇട്ടു. ഞാൻ പച്ചമുളക് ഇടത്തില്ല. അപ്പം ഏകദേശം ചുമന്ന് വരുന്നുണ്ട്. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പില നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. തീ കുറച്ചിടുക. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ സാധനമാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മുടെ മഞ്ഞൾ പൊടി 1/4 സ്പൂണ്, ഉലുവപ്പൊടി 1/4 സ്പൂണ്. ഇനി നമുക്ക് വേണ്ടുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇതിന് 1 കപ്പ്. അതായത് ഈ തവിക്ക് 4 തവി. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം. പെട്ടെന്നല്ലേ, തീ നിർത്തിയിട്ട് വേണം ഇടാൻ. ആവശ്യത്തിനുള്ള കായപ്പൊടി കുറച്ചുകൂടെ വേണം. ഒരു 2 സ്പൂൺ വിനീഗർ. പഞ്ചസാര 1/2 സ്പൂണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഉപ്പും പഞ്ചസാരയും കൂടെ ചേരുമ്പോഴത്തേന് ഈ കയ്പ്പ് ഇല്ലാതെയാകും. അതിന് വേണ്ടിയിട്ടാണ്. ഉപ്പ് ഞാൻ ആദ്യമേ നാരങ്ങ പുഴുങ്ങി ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ചാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ചാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഉപ്പ് നല്ലതുപോലെ ചേർത്തെങ്കിലേ അച്ചാർ കേടാകാതിരിക്കും. 1 വർഷം വരെ ഇരിക്കും. ഈ അച്ചാർ കേടാവത്തില്ല. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ നാരങ്ങ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു കുപ്പിയിലേക്ക് പകർത്തിയെടുക്കാം. അപ്പം നാരങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ തോടാണ് ഞാൻ അച്ചാറിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 5 നല്ല നാരങ്ങയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. മുഴുവനെയുള്ള 5 നാരങ്ങയുടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങയുടെ തോട് കിട്ടുമ്പോൾ നമ്മൾ അത് നല്ലതുപോലെ കളഞ്ഞ് ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ കഴുകും. കഴുകിയതിന് ശേഷം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ തോടിട്ടിട്ട് ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വിനാഗിരി ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വെച്ച് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഈ അച്ചാറിടുന്നത്. പിന്നെ ഒരു 5 നല്ല നാരങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.